പറമ്പിക്കുളങ്ങര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ സമ്മാനദാന ചടങ്ങുകളും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് മികച്ച ഗോപരിപാലകർ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങുകളും ഇവിടെ നമ്മൾ കൊണ്ടാടുകയാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ TJ ജമീൽ ഗണ്ട് കാര്യവാഹനം. ഉദ്ഘാടകനായി നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് OS സതീശൻ അവർകളാണ്. അദ്ദേഹം ആധ്യാത്മിക പ്രഭാഷകനാണ്. കൂടാതെ അശോകേട്ടൻ അമ്പലം പ്രസിഡന്റാണ്. അതോടൊപ്പം നമ്മളോടൊപ്പം കൗൺസിലർമാരായ 40-ാം വാർഡ് കൗൺസിലർ സജീവേട്ടൻ, രമാദേവി, ജ്യോതിലക്ഷ്മി, സ്മിതാനന്ദൻ എന്നിവരും പങ്കെടുക്കുന്നു. എല്ലാവർക്കും എന്റെ പേരിലും ബാലഗോകുലത്തിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. പറമ്പിക്കുളങ്ങര ബാലഗോകുലത്തിന്റെ ജന്മാഷ്ടമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജയാനന്ദൻ ഡോക്ടർക്കാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മികച്ച ഗോപരിപാലകയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രജിത മോഹനനാണ്. അദ്ദേഹം ഗോപരിപാലകയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം MTechന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ആതിരയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ചിത്രകാരൻ ഇന്ദ്രജിത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ സമ്മാനദാന ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീവിജയാണ്. ശ്രീവിജയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ വിജയം വരിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ പേരിലും ബാലഗോകുലത്തിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ശ്രീകൃഷ്ണജയന്തി ബാലദിനം ഇത്ര മനോഹരമാക്കാൻ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ലക്ഷ്മി നാരായണൻ മാസ്റ്റർക്കും കൂടാതെ ബാലഗോകുലം പ്രവർത്തകർക്കും എന്റെ പേരിലും ബാലഗോകുലത്തിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനത്തിനായി ശ്രീ OS സതീഷ് ആധ്യാത്മിക പ്രഭാഷകൻ കൊടുങ്ങല്ലൂരിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീകൃഷ്ണജയന്തി നല്ലൊരു രീതിയിൽ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിന്റെ എല്ലാം പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നമ്മുടെ സംഘടന കിട്ടിയ നിർദ്ദേശമനുസരിച്ച് എല്ലാ വീടുകളിലും കൃഷ്ണകുടീരം ഒരുക്കിക്കൊണ്ട് എല്ലാ വീടുകളിലെ കൃഷ്ണന്മാരെ ഒരുമിച്ച് അവർ ചെറിയ ചെറിയ ഗോകുലങ്ങളായി അവിടെ ഇത് ആഘോഷിക്കുകയും അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം നമ്മുടെ ഭാഗങ്ങളിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പതാക ദിനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ വീടുകളിലും നമുക്ക് പതാക ദിനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ശ്രീകൃഷ്ണജയന്തി ആഘോഷിക്കുകയാണ്. പറമ്പിക്കുളങ്ങരയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് വലിയ ശോഭയാത്രകൾ ഗഡകളിൽ നിന്നും എത്താറുണ്ടായിരുന്നു. ആ രീതിയിൽ നടത്താൻ സാധിക്കാത്തതിനാൽ എല്ലാ ഗഡകളിൽ നിന്നും ശ്രീകൃഷ്ണ രാധവേഷം അണിയിച്ചുകൊണ്ട് ഇവിടെ എത്തുകയും അതുപോലെ തന്നെ കൃഷ്ണ വേഷത്തിന് അതിന്റെ സമ്മാനദാനങ്ങൾ നൽകിക്കൊണ്ടും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഈ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ സന്ദേശം തന്നെ വിഷാദം വെടിയാം വിജയം വരിക്കാം എന്നുള്ളതാണ്. ഈ ലോകത്തെ ഈ രോഗം വിഴുങ്ങുന്ന സമയത്ത് എല്ലാവരും നമുക്കറിയാം കൊച്ചു കുട്ടികളാണ് കൂടുതലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. അവർക്ക് അവരുടെ വിദ്യാഭ്യാസമായാലും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവങ്ങൾ കിട്ടുന്ന ഈ സമയത്ത് മൊബൈലിന്റെ മുന്നിലും അതുപോലെ തന്നെ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ അതിന്റെ ആ സാഹചര്യം മാറി അവരുടെ മനസ്സിൽ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓർമ്മകൾ ജ്വലിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ബാലഗോകുലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തില് 10,000-ഓളം സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ശോഭയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയില് ബാലഗോകുലം, ആ ബാലഗോകുലത്തിന്റെ കീഴിലുള്ള എല്ലാ ബാലന്മാർക്കും ബാലികമാർക്കും ഇപ്പോഴത്തെ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിയിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് എല്ലാവർക്കും അതിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പറമ്പിക്കുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിന്റെ നല്ല ഓർമ്മകളെ കോവിഡിന്റെ ഇന്നത്തെ മഹാമാരിയെ നേരിട്ടുകൊണ്ട് ചെറിയ തോതിലാണെങ്കിൽ പോലും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ശോഭയാത്രയിലും അതിന്റെ പൊതുപരിപാടി എന്ന രീതിയിലുള്ള ഈ ഒരു സംഗമത്തിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. നമ്മളെല്ലാവരും സാധാരണ കേട്ടിട്ടുണ്ട്, ധർമ്മ പുനഃസ്ഥാപനത്തിനു വേണ്ടി ഓരോ സമയങ്ങളിലും നിരവധി തരത്തിലുള്ള അവതാര വരിഷ്ഠന്മാർ ഈ ഭാരതഭൂമിയിൽ ജനിക്കാറുണ്ട് എന്നും അത്തരത്തിലുള്ള അവതാര വ്യക്തിത്വങ്ങളിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പൂർണാവതാരം എന്ന പേരിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ നാം പരിചയപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ പൂർണാവതാരമാണ്. തന്റെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തെയും ശരിയായ വിധത്തിൽ നമ്മളുടെ മുന്നിൽ ജീവിച്ച് മാതൃകയായി കാണിച്ചു തന്ന വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. പലരും പറയുന്നുണ്ട്, ശ്രീകൃഷ്ണന്റെ ജീവിതം സുഖ സൗകര്യങ്ങൾ അധികമുള്ള, സുഖ സൗകര്യങ്ങളിൽ മുഴുകി ജീവിച്ച വ്യക്തിത്വമാണ് കൃഷ്ണൻ എന്നും. പക്ഷേ ആ ശ്രീകൃഷ്ണനെ ശരിയായ വിധത്തിൽ നാം മനസ്സിലാക്കിയ, ഭാഗവതത്തിന്റെയും മഹാഭാരതത്തിന്റെയും സഹായത്തോടുകൂടി നാം ശ്രീകൃഷ്ണ ചരിതം ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ, നമ്മളെല്ലാം ചെറു ചെറു കഥകളിലൂടെ, ചിത്രകഥകളിലൂടെയൊക്കെ പരിചയപ്പെട്ട ശ്രീകൃഷ്ണനാണ് വലിയ സുഖ സൗകര്യങ്ങളിൽ ആനന്ദത്തോടുകൂടി ജീവിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ശ്രീകൃഷ്ണ ജീവിതം മരണം വരെ, ജനനം മുതൽ മരണം വരെ നിരവധി പ്രതിസന്ധികളിലൂടെയുള്ള പോരാട്ടമായിരുന്നു കൃഷ്ണന്റെ ജീവിതം.
എല്ലാ വിപത്തുകളെയും കണ്ട് വിലപിക്കാതെ, നിരവധി തരത്തിലുള്ള വിപത്തുകൾ വന്നെങ്കിലും അതിലൊന്നും വിലപിക്കാതെ സധൈര്യം നേരിട്ട വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണൻ ഒരിക്കലും ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കി നെടുവീർപ്പിട്ടിട്ടില്ല. മറിച്ച് ഓരോ നിമിഷവും തികഞ്ഞ അവബോധത്തോടു കൂടിയിട്ടാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചത്. എങ്ങനെയാണ് കൃഷ്ണന് ഇത് സാധിച്ചത്? ഇവിടെയാണ് നിരവധി തരത്തിലുള്ള പ്രതിസന്ധികളും പ്രലോഭനങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ ഒരു മഹാപേമാരി പോലെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ മുന്നോട്ട് പോയത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ, കോവിഡിന്റെ കാലഘട്ടത്തിൽ നൈരാശ്യം ബാധിച്ചു തുടങ്ങുന്ന ഒരു സമൂഹത്തിന് മഹാഭാരത യുദ്ധം 18 ദിവസമാണെങ്കിൽ 18 മാസം നമ്മൾ ഇതാ ഒരു മഹായുദ്ധം നടത്തുകയായിരുന്നു. അങ്ങനെ 18 മാസങ്ങളാണ് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സംഘർഷം നടന്നുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോഴും നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അത്തരം ഒരു ഭീഷണിയും വെല്ലുവിളിയും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം. ശ്രീകൃഷ്ണ ജീവിതം ശരിക്കും നാം പഠിക്കുമ്പോൾ ഇന്നത്തെ വർത്തമാനകാലത്തിലെ നമ്മളുടെ എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരപ്രദം ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ഭഗവാൻ എങ്ങനെയാണ് ഇതിനെയെല്ലാം നേരിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉറപ്പിച്ച കാര്യത്തിൽ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ദൈവീക ഗുണം ഏതാണ് എന്ന്. ഏറ്റവും വലിയ ദൈവീക ഗുണം എന്ന് പറയുന്നത് അഭയമാണ്, ഭയമില്ലാതിരിക്കുക എന്നുള്ളതാണ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയുടെ 16-ാം അധ്യായത്തിൽ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ ദൈവിക ഗുണങ്ങളെ വിശദീകരിക്കുമ്പോൾ 1-ാം സ്ഥാനം കൊടുത്തത് അഭയത്തിനാണ്. ഒരിക്കലും ഭയമില്ലാതിരിക്കട്ടെ. ശ്രീകൃഷ്ണൻ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടത് ഭയമില്ലാതെയാണ്. അഭയമായിരുന്നു ശ്രീകൃഷ്ണന്റെ മുഖമുദ്ര. നമ്മളെ സംബന്ധിച്ച് നമുക്കിന്ന് ചെയ്യാനുള്ളത്, നമുക്കിന്ന് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളതും ഇതേ പ്രവൃത്തി തന്നെയാണ്. അഭയമായിരിക്കണം മുഖമുദ്ര. ശ്രീകൃഷ്ണൻ അഭയം എന്ന മുഖമുദ്രയിൽ ജീവിച്ച വ്യക്തിത്വമാണ്. കൃഷ്ണന്റെ ജീവിതം ഉടനീളം നാം ഒന്ന് പരിശോധിച്ചാൽ എത്രയെത്ര പ്രതിസന്ധികൾ. നോക്കൂ, ജനിക്കാൻ പോകുന്നു 8 വർഷം കഴിഞ്ഞ് എന്ന് കേട്ടപ്പോൾ തന്നെ അച്ഛനും അമ്മയും കാരാഗൃഹത്തിലായി. ജനിച്ചിട്ടേ ഇല്ല കൃഷ്ണൻ. നമ്മളൊക്കെ ജനിച്ചതിന് ശേഷമാണ് ഒരു പക്ഷേ നമ്മളുമായി ബന്ധപ്പെട്ട പലരും കാരാഗൃഹത്തിൽ പോകുന്നത്. പക്ഷെ കൃഷ്ണൻ ജനിച്ചിട്ടേ ഇല്ല. 8 വർഷം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അച്ഛനും അമ്മയും ജയിലിൽ. നോക്കണേ. 2, ശ്രീകൃഷ്ണൻ 8 വർഷം 8ാമനായി ജനിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ സഹോദരന്മാരെല്ലാവരും കാലാപുരിയിൽ പോയി. എല്ലാ സഹോദരന്മാരെയും കംസൻ വധിച്ചു കളഞ്ഞു. ആരുടെ പേരിൽ? കൃഷ്ണന്റെ പേരിൽ. 3, ഇതിലും വലിയ ഭയങ്കരമായ വിഷമം സഹിച്ച ഒരു അമ്മയുണ്ട്. നമ്മളെല്ലാവരും കാണണം. 6 മക്കളുടെ മരണം കൺമുമ്പിൽ കണ്ട ആ ദേവകി എന്ന് പറയുന്ന അമ്മയെ നമ്മൾ മറക്കരുത് കേട്ടോ. ദേവകി എന്ന കരുത്തുള്ള അമ്മയെ നമ്മൾ മറക്കരുത് കേട്ടോ. ചെറിയ ദുഃഖങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മളെല്ലാവരും നിരാശരാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദേവകി എന്ന് പറയുന്ന അമ്മ ഇത്രയേറെ വിഷമങ്ങൾക്കിടയിൽ 6 മക്കളുടെ മരണം കൺമുമ്പിൽ കണ്ടിട്ടും ഈ അമ്മ ആ ഒരു ധൈര്യം നിലനിർത്തിക്കൊണ്ടാണ് 7ഉം 8ാമതായി കൃഷ്ണനെ ജനിപ്പിച്ചത്. അപ്പൊ നോക്കണേ, 6 സഹോദരന്മാരുടെ മരണത്തിന് കാരണവും കൃഷ്ണനാണ്. അതുപോലെ ജനിച്ചു വീണത് എവിടെയാ കൃഷ്ണൻ? ജനിച്ചു വീണത് കാരാഗൃഹത്തിലാണ്. നമ്മളൊക്കെ ഒരു പക്ഷേ 1, 2 അല്ലെങ്കിൽ 1 മാസമൊക്കെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴേക്കും നൈരാശ്യം ബാധിക്കും. നമുക്ക് ജീവിതം നഷ്ടപ്പെട്ടു എന്ന് തോന്നും. നമുക്ക് ഇപ്പൊ നമ്മളെല്ലാവരും ഒരു കാരാഗൃഹവാസത്തിലാണല്ലോ. കുട്ടികളെല്ലാം കാഴ്ച ബംഗ്ലാവിൽ പോയി ഓരോ ജീവജാലങ്ങളെയും ജനലിന്റെ പുറത്തു നിന്ന് നോക്കിയിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടികളെല്ലാം ഒരു കാഴ്ച ബംഗ്ലാവ് പോലെ വീടിന്റെ ഉള്ളിൽ മറ്റുള്ളവർ പുറത്തു നിന്ന് കുട്ടികളെ നോക്കിക്കാണുക. അതുപോലെ ശ്രീകൃഷ്ണൻ ഒരു കാരാഗൃഹത്തിലാണ് ജനിച്ചത്.
ഇനിയും പോട്ടെ, കാരാഗൃഹത്തിലാണെങ്കിലും അമ്മയുടെയും അച്ഛന്റെയും വഴിത്തട്ടിൽ അവരുടെ സ്നേഹപൂർണമായ വാത്സല്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു കൃഷ്ണൻ. അതുമില്ല. ജനിച്ച അന്ന് തന്നെ അർദ്ധരാത്രി മഹാപേമാരി, വലിയ മഴ, അങ്ങനെയുള്ള ഒരു സമയം അർദ്ധരാത്രി ശ്രീകൃഷ്ണനെ കൊണ്ട് നേരെ വ്രജഭൂമിയിലേക്ക്, ഗോകുലത്തിലേക്ക് അച്ഛന്റെ യാത്ര. കുട്ടും മഴയത്ത് യാത്ര ചെയ്യാൻ നമ്മളൊക്കെ പറയും കുട്ടികൾക്ക് മഴ കൊണ്ട ജലദോഷം വരൂത്രേ. ശ്രീകൃഷ്ണൻ എന്ത് ജലദോഷം, എന്ത് പനി. രാത്രിക്ക് രാത്രി നേരെ കൃഷ്ണൻ മറുഭാഗത്ത് അമ്മയെയും അച്ഛനെയും ഉപേക്ഷിച്ച് പോയ ബാല്യമായിരുന്നു കൃഷ്ണന്റെ. ഇനി അവിടെ ചെന്നിട്ട് വല്ല സുഖമുണ്ടോ? അപ്പോഴാണ് തന്റെ ഘാതകൻ, തന്നെ വധിക്കുന്ന ആ 8-ാമൻ ജനിച്ചിട്ടുള്ളത് ഗോകുലത്തിലാണ് എന്നറിഞ്ഞ കംസൻ കൃഷ്ണനെ വധിക്കുവാൻ വേണ്ടി എത്ര പേരെയാ പറഞ്ഞയക്കുന്നു. പൂതനയെ പറഞ്ഞയച്ചു, ശകടാസുരനെ പറഞ്ഞയച്ചു, ബകാസുരനെ പറഞ്ഞയച്ചു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി, കേശിയെ പറഞ്ഞയച്ചു. അങ്ങനെ കേശവൻ എന്ന പേരും കിട്ടി കൃഷ്ണൻ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാക്ഷസന്മാർ കൃഷ്ണനെ വധിക്കുവാൻ വേണ്ടി ചെന്നു. അവിടെയും കൃഷ്ണൻ തന്റെ ധീരത കൊണ്ട്, അഭയം കൊണ്ട് വിജയിച്ചു. നോക്കണേ, എന്നിട്ട് സുഖമുണ്ടായോ? നമ്മളൊക്കെ പഠിക്കാൻ പോണ കാലത്ത് കൃഷ്ണൻ കാരി മേച്ച് നടക്കരുത്. നമ്മളൊക്കെ 3.5 വയസ്സിൽ പഠിക്കാൻ പോയെങ്കിൽ ശ്രീകൃഷ്ണൻ പഠിക്കാൻ പോയത് 11 വയസ്സിലാണ്. തന്റെ ജീവിതത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ അനുഭവിച്ചുള്ള വിഷമം എന്താ? 18 മാസം വീടിന്റെ ഉള്ളിലിരുന്നപ്പോൾ സ്കൂൾ തുറന്നിട്ടില്ല, വിദ്യാലയം തുറന്നിട്ടില്ല എന്ന് വലിയ വേവലാതിയും അപരാധിയും എല്ലായിടത്തും കേൾക്കാം. നമ്മൾ കൃഷ്ണനെ പറ്റി ഓർക്കണേ, 13 വർഷക്കാലം പഠിക്കാൻ പോലും സാധിക്കാത്ത ബാല്യമായിരുന്നു കൃഷ്ണന്റെ. ഇത് മാത്രമേ, അതിനുശേഷം കൃഷ്ണന് വല്ല സുഖമുണ്ടോ? ഇല്ല. 13 വയസ്സിലാണ് അക്രൂരൻ മഥുരയിലേക്ക് കൊണ്ടുപോയത്. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പോയി. ജനിച്ചു വീണത് നഗരത്തിലാണെങ്കിലും ഗ്രാമത്തനിയിൽ ജീവിച്ച ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് നേരെ യാത്ര ചെയ്തു പോകുന്നത് വീണ്ടും മഥുരാപുരിയിലേക്ക്. മഥുരയിൽ ചെന്നപ്പോഴോ അവിടെ വലിയ വെല്ലുവിളികളായിരുന്നു. കംസനും ചാണൂരനെയും പോലെയുള്ള വലിയ വലിയ ശക്തന്മാരുമായി ഏറ്റുമുട്ടി കംസനെ വധിച്ചു. എന്നാൽ കംസവധം കഴിഞ്ഞു 13-ാമത്തെ വയസ്സിൽ. എന്നിട്ട് വല്ല സുഖമുണ്ടോ? അന്നത്തെ സുഖമില്ല. അവിടെ നോക്കിയപ്പോൾ തന്റെ ബന്ധുക്കള്, ഉറ്റവർ, ഉടയവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള മഹായുദ്ധം മുഴുവൻ കണ്ടതും ശ്രീകൃഷ്ണനാണ്. ഇനി ആ യുദ്ധം കഴിഞ്ഞിട്ട് കൃഷ്ണന് വല്ല സുഖമുണ്ടോ? അതുമില്ല. അത് കഴിഞ്ഞ് സ്വന്തം കുലം, യാദവ കുലം തമ്മിൽ തല്ലി ഒട്ടുങ്ങിപ്പോകുന്നതും ശ്രീകൃഷ്ണൻ തന്നെ കണ്ടു. നോക്കണേ, ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും വെല്ലുവിളികളും ഭീഷണികളും എല്ലാ ദുർഘടങ്ങളിലൂടെ യാത്ര ചെയ്ത ശ്രീകൃഷ്ണൻ എവിടെയെങ്കിലും ഒരിടത്ത് അരഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ എവിടെയെങ്കിലും ഒരിടത്ത് വിഷമിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച ശ്രീകൃഷ്ണന് വിഷാദ രോഗം വന്നു എന്ന് നാം കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ ബുദ്ധിമുട്ട് വന്ന ശ്രീകൃഷ്ണൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് ശ്രീകൃഷ്ണൻ ഇന്നത്തെ വർത്തമാനകാലത്തിലെ ഈ മഹാമാരിയുടെ ദുർഘടമായ ജീവിത വൃത്തിയുടെ കാലഘട്ടത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും വെല്ലുവിളികളും വന്നുകൊള്ളട്ടെ, നമ്മൾ നമ്മളുടെ ഭയമില്ലാതെ ജീവിക്കുക. ശ്രീകൃഷ്ണൻ ആത്മഹത്യ ചെയ്തില്ല. കൃഷ്ണനെ ആത്മഹത്യ ചെയ്യേണ്ട 100,000 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തില്ലല്ലോ. നമ്മുടെ പൂർവികന്മാരെല്ലാം ഇത്തരം ധീരന്മാരായിരുന്നു. ഈ ധീരതയുള്ള തലമുറയെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ എന്ന മഹാവ്യക്തിത്വം തന്റെ ചതുലമായ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ജീവിത സന്ദേശങ്ങളെല്ലാം ഇത്തരത്തിലുള്ളതാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും ശ്രീകൃഷ്ണ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ സന്ദേശമാണ് വേണ്ടത്. എത്ര സംഘർഷവും എത്ര ദുർഘടങ്ങളും എത്ര സംഘർഷം വന്നു കഴിഞ്ഞാലും സ്ഥൈര്യത്തോടു കൂടി ഇതിനെല്ലാം നേരിടുക. സംഘർഷങ്ങളിൽ പിൻവാങ്ങാതെ, അതിനെ ഓടിയൊളിക്കാതെ, പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിതത്തിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ചതും കൃഷ്ണനാണ്. കൃഷ്ണന് വേണമെങ്കിൽ ഒളിച്ചോടി പോവായിരുന്നു, ചെയ്തില്ല. ഇതൊക്കെ തനിക്ക് വ്യക്തിപരമായി വന്നതാണെങ്കിലോ സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങളിലും ശ്രീകൃഷ്ണന്റെ സമീപനം നോക്കും.
കാലിന്തി നദിയെ വിഷമമയമാക്കി സർവ്വജീവജാലങ്ങളെയും കൊല്ലുവാൻ ശ്രമിച്ച കാളിയന്റെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ കൃഷ്ണൻ തന്റെ ജീവിതത്തിൽ വലിയ പോരാട്ടം നടത്തി. ആ പിഞ്ചുപാപത്തിന്റെ താടനമേറ്റുകൊണ്ട് കാളിയന്റെ ഗർവ് അവസാനിച്ച കഥയും നാം കേട്ടിട്ടുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൽ, ഈ സമൂഹത്തിൽ ഓരോ ചരാചരത്തിനും ജീവിക്കാനുള്ള വെള്ളം മലിനമാക്കുന്ന ഈ കാളിയന്മാരെ ശ്രദ്ധയോടെ നോക്കിയിരുന്നു. ശുദ്ധജലത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞ ശ്രീകൃഷ്ണനെ നാം ഓർക്കുന്നുണ്ട്. മാത്രമല്ല, ഗോവർദ്ധനധാരിയായിട്ടുള്ള കൃഷ്ണനെ കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി ഉപാസകനായിരുന്നു ശ്രീകൃഷ്ണൻ. ഈ പ്രകൃതിയാണ് ഈശ്വരൻ, പ്രകൃതിയാണ് മഴ തരുന്നത്. ദേവേന്ദ്ര പൂജ, വലിയ ചെലവ് നടത്തിയിട്ടുള്ള ദേവേന്ദ്ര പൂജയല്ല, ഗോവർദ്ധനമാണ് നമുക്ക് മഴ തരുന്നത്. അതുകൊണ്ട് ഗോവർദ്ധനത്തെ പൂജിക്കൂ. ഗോവർദ്ധനമാണ് ഈശ്വരൻ, പ്രകൃതിയാണ് ഈശ്വരൻ, പ്രകൃതി ആരാധന നടത്തൂ. ഇങ്ങനെ ഒരു വലിയ പരിവർത്തനം നടത്തിയ ശ്രീകൃഷ്ണൻ ആ ഗോവർദ്ധനധാരി നമ്മളെ പഠിപ്പിച്ചത് പ്രകൃത്യോപാസനയെ കുറിച്ചാണ്, പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാണ്. വൃക്ഷലതാദികളെ, ചെടികളെ, പൂക്കളെ, പുൽകളെ, മരങ്ങളെ സർവ്വതിനെയും നമ്മൾ സംരക്ഷിക്കണം, അവയെ പൂജിക്കൂ, മഴ ലഭിക്കുമെന്ന് പറഞ്ഞ ഈ ശ്രീകൃഷ്ണന്റെ വാക്യം ഇന്നത്തെ കാലഘട്ടത്തില് നമുക്ക് ആവശ്യമുള്ളതല്ലേ? നമ്മളിങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പ്രകൃതി ആരാധന നടത്തിയ പ്രകൃതി സംരക്ഷകൻ, ശ്രീകൃഷ്ണൻ എന്ന ജലത്തെ സംരക്ഷിക്കുന്ന, ജലത്തെ മലിനമാക്കുന്ന കാളിയന്മാരുടെ ധനങ്ങളിൽ ആനന്ദ നടനം ചെയ്യാൻ ആ പിഞ്ചു പാദം ഒന്നു മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാൻ. അതിന് ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു ജീവിത വ്യവസ്ഥ, ജീവിത സന്ദേശം, ഇത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിരാശയും നൈരാശ്യവും അതിന്റെ പടുകുഴിയും ഒന്നുമല്ല നമുക്ക് വേണ്ടത്. ശ്രീകൃഷ്ണൻ കാണിച്ചു തന്ന മാതൃക അഭയമാണ്. പ്രശ്നങ്ങളെ ഓടിയൊളിക്കാതെ, പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കാതെ ആ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുക. ഇതാണ് ശ്രീകൃഷ്ണൻ ഈ ഒരു ദിവസം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം നമ്മളെ ഒരിക്കലും നിരാശരാക്കണ്ട. കാരണം ശ്രീകൃഷ്ണൻ ഇതിനും എത്രയോ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ശ്രീകൃഷ്ണൻ ഇതിന് എത്രയോ ദുർഘടങ്ങളിൽ യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണനാകട്ടെ നമ്മുടെ മാതൃകാ വ്യക്തിത്വം. കാരണം കൃഷ്ണനെ പറ്റി ആ രൂപം മാത്രം ഒന്ന് പഠിച്ചാൽ നമ്മൾ കൃഷ്ണന്റെ രൂപം ഒന്ന് നോക്കും. കൃഷ്ണന്റെ ആ രൂപത്തിൽ കൃഷ്ണന്റെ കയ്യിൽ 4 തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. ഒരു ഉപകരണം ചമ്മട്ടിയാണ്, മറ്റൊരു ഉപകരണം സുദർശനമാണ്. എന്നാൽ മറുഭാഗത്ത് ഓടക്കുടലും മൈൽപ്പീലിയുമുണ്ട്. ഓടക്കുടലും മൈൽപ്പീലിയും സുദർശനവും ചമ്മട്ടിയുമുള്ള കൃഷ്ണനെ നാം നോക്കിക്കഴിഞ്ഞാൽ ഈ 4 ഉപകരണങ്ങളിൽ സമാന സ്വഭാവമുള്ള ഉപകരണങ്ങളുണ്ട്. ഓടക്കുടലിന്റെയും മയിൽപ്പീലിയുടെയും സ്വഭാവം ഒന്നാണ്. ചക്രത്തിന്റെയും ചമ്മട്ടിയുടെയും സ്വഭാവം മറ്റൊന്നാണ്. ചക്രവും ചമ്മട്ടിയും ശക്തിയുടെ, മസിൽ പവറിന്റെ, പോരാട്ടത്തിന്റെ, വീര്യത്തിന്റെ, പരാക്രമണത്തിന്റെ സങ്കല്പമാണ്. എന്നാൽ മറുഭാഗത്തുള്ള ഈ ഓടക്കുടലും മയിൽപ്പീലിയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സങ്കല്പമാണ്. ശാന്തിയും സമാധാനവും മാത്രം പോരാ, ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ കുറച്ച് മസിൽ പവറും വേണം. എന്നാൽ ഈ ധീരതയും പോരാട്ടം മാത്രം മതി പോരാ, അതോടൊപ്പം നമ്മുടെ കയ്യിൽ ശാന്തിയും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഈ ഒരു ബ്രാഹ്മ തേജസ് വേണം. അപ്പോൾ ക്ഷാത്രം മാത്രം പോരാ, ബ്രാഹ്മവും വേണം. അങ്ങനെ ക്ഷാത്ര ബ്രഹ്മ തേജസ്സുകളുടെ പ്രതീകമാണ് ശ്രീകൃഷ്ണൻ. ഈ ഒരു അറിവാണ് ശ്രീകൃഷ്ണൻ നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി, വൈയക്തികമായി 2 തരം ശക്തികളെ, ഗുണങ്ങളെ നമ്മൾ സ്വീകരിക്കണം. അതിലൊന്ന് ഈ ക്ഷാത്രവീര്യം നമുക്ക് വേണം. ഏതായാലും ക്ഷാത്രം ഓരോരുത്തരും അവരവരുടെ ആരോഗ്യത്തെ നന്നാക്കി നിലനിർത്തുക. ശുചിത്വം എന്നത് ജീവിതത്തിൽ പരമപ്രധാനമെന്ന് ഉറപ്പിക്കുക. ഈ ശുചിത്വമാണ് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുക. അത് നമ്മളുടെ കാണാൻ പറ്റുന്ന ശരീരത്തിന്റെ ആരോഗ്യമാണ്. അത് മാത്രം പോലെ നമുക്ക് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ആവശ്യം ഈ ശരീരത്തിന്റെ ആരോഗ്യം വൈയക്തികമാണെങ്കിൽ കുടുംബപരമായ ഒരു ആരോഗ്യം നമുക്ക് വേണം. അത് അങ്ങേയറ്റം ധനം സമാർജിക്കുന്നതിലൂടെയാണ്. ധനസമാഹരണമാണ് ഒരു കുടുംബത്തിന്റെ മറ്റൊരു ശക്തി. അപ്പോൾ ആരോഗ്യം മാത്രം പോരാ, അതോടൊപ്പം നമുക്ക് സർവത്ര ധനം സമ്പാദിക്കാനുള്ള ഒരു ഉത്സാഹം കൂടി നമുക്ക് വേണം. മാത്രം പോരാ,
നമുക്ക് മറുഭാഗത്ത് ശാന്തിയും സമാധാനവും ഒക്കെ പുലരണമെങ്കിൽ അറിവായിരിക്കണം നമ്മുടെ മുഖമുദ്ര. നോക്കണേ, അറിവിലുയരുകയും പഠിക്കുകയും എത്രത്തോളം പഠിക്കാൻ സാധിക്കുമോ അത്രയും പഠിക്കുക എന്ന ഈ ബ്രാഹ്മ തേജസ്സും, എന്നാൽ മറുഭാഗത്ത് ആരോഗ്യം നന്നായി നിലനിർത്തുകയും നമ്മളുടെ ഓരോരുത്തരുടെയും ശുചിത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുകയും, നമ്മുടെ ശുചിത്വം മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഈ ശുചിത്വ ഭാരതത്തെ ഉണ്ടാക്കുകയും അതോടൊപ്പം അങ്ങേയറ്റം ധനം സമ്പാദിക്കുകയും ചെയ്യുക. ഇങ്ങനെ ക്ഷാത്രവും ബ്രാഹ്മണവും ചേർന്ന ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ഈ ശ്രീകൃഷ്ണനെയും നമുക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ട്. കാരണം കൃഷ്ണനെ ഈ വിധത്തിൽ സ്വീകരിച്ചവരാണ് നമ്മുടെ ലോകത്തിൽ ഉണ്ടായിരുന്നത്. അരവിന്ദ മഹർഷി തന്റെ ജീവിതത്തിൽ സ്വപ്നം കണ്ടത് മുഴുവൻ സർവം വാസുദേവമയം എന്ന് പറഞ്ഞിട്ടാണ്. സർവവും വാസുദേവനാണ്, സർവവും ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തെയാണ് സർവചരാചരങ്ങളിലും അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് അരവിന്ദ ഘോഷിനെ പ്രേരിപ്പിച്ചത് ഈ വാസുദേവമയമായിട്ടുള്ള ശ്രീകൃഷ്ണ സങ്കല്പമാണ്. ചെറുശ്ശേരി നമ്പൂതിരിയെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ചതും ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ടാണ് ചെറുശ്ശേരിയോട് ചോദിച്ചത്, ചെറുശ്ശേരിക്ക് എങ്ങനെയാണ് ആ സാക്ഷാൽ കൃഷ്ണഗാഥയുടെ മലർക്കാവിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയത് എന്ന് പാവം ചെറുശ്ശേരി നമ്പൂതിരിയോട് ചോദിച്ചു. അപ്പൊ ചെറുശ്ശേരി കൈകൂപ്പി പറഞ്ഞത് കടലായി കണ്ണന്റെ വേണുഗാനത്തിൽ മുങ്ങിപ്പൊങ്ങിയപ്പോഴാണ് ചെറുശ്ശേരിക്ക് ആ മഹാകാവ്യഗാഥ തോന്നിയത് എന്ന് ചെറുശ്ശേരി പറഞ്ഞു. കാരണം ഈ ശ്രീകൃഷ്ണന്റെ വേണുഗാനത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഏതൊരാൾക്കും കൃഷ്ണഗാഥയുടെ മലർക്കാവിലൂടെ യാത്ര ചെയ്യാം, സൗഭാഗ്യങ്ങൾ ലഭിക്കും. ഓട്ടെ, മേൽപ്പത്തൂർ ഭട്ടതിരിയോട് ചോദിച്ചു, മേൽപ്പത്തൂരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ശ്രീകൃഷ്ണ സാക്ഷാത്കാരം എത്തിയത്? മേൽപ്പത്തൂർ പറഞ്ഞു, ഗുരുവായൂർ ക്ഷേത്രമണ്ഡപത്തിൽ നിന്നപ്പോഴാണ് മേൽപ്പത്തൂരായി ശ്രീകൃഷ്ണ ജ്യോതിർ നാളത്തിൽ അവതരിച്ചത്. നോക്കണേ, മേൽപ്പത്തൂരിനെ പ്രചോദിപ്പിച്ചതും സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. പൂന്താനത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് സ്വന്തം പുത്രൻ, ഒറ്റ മകനേ ഉള്ളൂ, ആ മകനെ മരിച്ചു കിടക്കുമ്പോഴും എങ്ങനെ നിങ്ങൾക്ക് ഇത്ര സന്തോഷത്തോടെ, മുഖത്ത് യാതൊരു ദുഃഖവും ഇല്ലല്ലോ? അപ്പൊ പൂന്താനം പറഞ്ഞു, കണ്ണൻ, സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ മനസ്സിൽ ഓടിക്കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേദമോ മക്കളായി. സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണ് എന്റെ മകൻ, ആ മകൻ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള ശ്രീകൃഷ്ണന് സർവസ്വവും സമർപ്പിച്ച പൂന്താനം. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ സർവവിഭാഗത്തിലും സർവവിഭാഗം ജനങ്ങളുടെയും മനസ്സിൽ ഉണ്ടായിരുന്ന ഈശ്വരൻ ശ്രീകൃഷ്ണൻ സർവരെയും പ്രചോദിപ്പിച്ചവരാണ്, സർവരുടെ മുന്നിലും പ്രേരണാ സ്രോതസ്സാണ്. ഇങ്ങനെയുള്ള കരുത്തുള്ള ഈ ഭഗവാനെ നമ്മുടെ മുന്നിൽ എല്ലാ സംഘർഷങ്ങളും ഉണ്ടായിട്ടും അതിനെല്ലാം സ്വീകരിച്ച ആ സർവേശ്വരന്റെ സ്മരണ കൊണ്ട് പരിഭൂതമാണ് ഇന്നത്തെ ദിവസം. നമ്മുടെ ജീവിതത്തിലെ പ്രേരണാ സ്രോതസ് ശ്രീകൃഷ്ണനാണ്. ഏത് പ്രേരണാ സ്രോതസ്? ശ്രീകൃഷ്ണൻ സർവജഗത്തിന്റെയും ഗുരുസ്ഥാനികനാണ്. ശ്രീകൃഷ്ണന്റെ ഗുരുസ്ഥാനീയ ഭാവം കാണണമെങ്കിൽ സർവ ഉപനിഷത്തിന്റെയും സാരസംഗ്രഹമായിട്ടുള്ള ഭഗവത്ഗീത ഒന്നു മതി ശ്രീകൃഷ്ണൻ എന്ന ഗുരുശ്രേഷ്ഠന്റെ കഴിവ് മനസ്സിലാകണമെന്ന്. നമ്മൾ പറയാറുണ്ട്, വസുദേവ സുതം ദേവം കംസ ചാനൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഈ ജഗത്തിന്റെ മുഴുവൻ ഗുരുഭൂതനാണ് ശ്രീകൃഷ്ണൻ. കേവലം ചെറിയ ഉണ്ണിക്കണ്ണനിൽ നിന്ന് ഈ ലോകത്തിന്റെ മുഴുവൻ ഗുരുസ്ഥാനീയനായി തീരാൻ ശ്രീകൃഷ്ണനെ സാധിച്ചത് ഈ ഒരു അറിവിന്റെ ഉയർന്ന കൂടിയിൽ എത്തിയപ്പോഴാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഉന്നതമായ അറിവിന്റെ ആചാര്യഭാവം കൂടിയിട്ടാണ്. ഇങ്ങനെ നോക്കൂ, ശ്രീകൃഷ്ണന്റെ എല്ലാ തരത്തിലുമുള്ള കുട്ടിക്കാല ജനനം മുതൽ മരണം വരെയുള്ള ശ്രീകൃഷ്ണനെ നാം നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ വർത്തമാനകാല ജീവിതത്തിലും വരാൻ പോകുന്ന നമ്മളുടെ ഭാവി കാലത്തിലുമൊക്കെ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കൊണ്ടു നടക്കുന്ന, നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ശക്തനായ ഒരു വ്യക്തിത്വം, നമ്മളുടെ റോൾ മോഡൽ, നമ്മളുടെ ആരാധ്യ വ്യക്തിത്വം, ആരാധ്യ പൗരുഷം, നമ്മളുടെ നായകൻ എല്ലാം ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനോടുള്ള എൻ്റെ ഭക്തി ഞാൻ പ്രകടിപ്പിക്കേണ്ടത് എന്താണോ ശ്രീകൃഷ്ണൻ ഈ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചത് അത് സ്വീകരിക്കുക. ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ ജീവിക്കാൻ എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ ജീവിക്കുക. സംഘർഷമില്ലാത്ത അമൂല്യമായ ജീവിതം എനിക്ക് ആവശ്യമുണ്ട്. അത് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്. ഇങ്ങനെ നമുക്ക് ഈ വർത്തമാനകാലത്തിലെ എല്ലാ വിഷമങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു
നമുക്കെല്ലാം സമാധാനമാകാൻ ശ്രീകൃഷ്ണൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആശയത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതിലൂടെ ഈ ശ്രീകൃഷ്ണ ജയന്തി നമുക്ക് സാർത്ഥകമായി തീരും. അതില് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഈ ഒരു സായം സന്ധ്യാ സമയത്ത് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്യാൻ, ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു കരുത്തിന്റെ ഭാഷ സ്വീകരിക്കാൻ, നമ്മുടെ മുന്നിൽ ജഗത് ഗുരുവായി നിലനിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ അറിവിനെ സ്വീകരിക്കാൻ, ശ്രീകൃഷ്ണന്റെ രൂപം നമ്മളെ പഠിപ്പിക്കുന്ന ബ്രാഹ്മണാസ്ത്ര തേജസ്സിനെ സ്വീകരിക്കാൻ, ഇങ്ങനെ ഈ ശ്രീകൃഷ്ണ ജയന്തി നിരവധി തരത്തിലുള്ള ജീവിത സന്ദേശങ്ങളാണ് എനിക്ക് തരുന്നത് എന്ന ഒരു ഭാവനയോടുകൂടി ഈ ഒരു സായം സന്ധ്യാ സമയത്തെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ മണ്ണിൽ ഓടിക്കളിച്ച് മണ്ണ് വാങ്ങിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ സ്മരണയുള്ള ഈ സായം സന്ധ്യ ഇതായിരിക്കട്ടെ നമുക്ക് തരുന്ന ഒരു ജീവിത സന്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മനോഹരമായ ക്ഷേത്രാങ്കണത്തിൽ ഇരുന്നുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങൾക്ക് ഒരു മുടക്കവും വരാതെ ചെയ്യുന്ന ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്തതായി വാക്കുകൾ പറഞ്ഞുകൊണ്ടും പ്രാർത്ഥനാപൂർവ്വം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപാദങ്ങളിൽ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ടും ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി. അടുത്തതായി ഈ വേദിയിൽ ജന്മാഷ്ടമി പുരസ്കാര സമർപ്പണമാണ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ആരോഗ്യ മേഖലയിൽ മാടവന ഹെൽത്ത് സെന്ററിൽ ദീർഘകാല സേവനമനുഷ്ഠിച്ച ശ്രീ ഡോക്ടർ ജയാനന്ദ് സ്വാഗതം ചെയ്യുന്നു. ക്വാറന്റൈൻ കാരണം അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് എത്തുവാൻ സാധിച്ചില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഓക്കെ. ഈ ജന്മാഷ്ടമി ദിനം പ്രമാണിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജന്മാഷ്ടമി ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ ചേർന്നിട്ടുള്ള ഓൺലൈനായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾക്കും മറ്റു ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകയും. കഴിഞ്ഞ 25 കൊല്ലമായി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന തന്നെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരു പുരസ്കാരം നൽകി ആദരിക്കാൻ തീരുമാനിച്ച എല്ലാ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും പ്രിയപ്പെട്ട ബാലഗോകുല പ്രവർത്തകർക്കും എൻ്റെ വിനീതമായ കൂട്ടുകയും നന്ദിയും ഞാൻ പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ കോവിഡ് എത്രയും പെട്ടെന്ന് മാറിപ്പോകട്ടെ എന്ന് കൃഷ്ണ ഭഗവാനോട് ഈ തരുണത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അധികം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാനിപ്പോൾ ചെറിയ ക്വാറന്റൈനിലാണ്. അത് കാരണം ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അതിൽ വളരെയധികം വിഷമമുണ്ട്. എന്നാലും ഈ ഓൺലൈനായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എൻ്റെ സംസാരം നിൽക്കുന്നില്ല, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെയധികം നന്ദി. അടുത്തതായി ഗോപരിപാലക പുരസ്കാരം ശ്രീമതി രജിത മോഹനൻ. പുരസ്കാരം സമർപ്പിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ ശ്രീ TS സജീവനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ചടങ്ങിൽ പങ്കെടുക്കും. വിശിഷ്ടാദരവ് ആതിര TS MTech 92% മാർക്ക്. സമ്മാനം കൊടുക്കുന്നതിനായി OP സുരേഷിനെ വിളിച്ചു. വിശിഷ്ടാദരവ് ഇന്ദ്രജിത്ത് കൊടുങ്ങല്ലൂരിന്റെ കലാകാരൻ ശ്രീ ഡാവഞ്ചി സുരേഷിന്റെ മകൻ ഇന്ദ്രജിത്ത് മൂക്കുകൊണ്ട് ചിത്രം വരച്ച് നമ്മുടെ നാടിന് അഭിമാനമായ ചിത്രകാരനെ സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരം സമർപ്പിക്കുന്നതിനായി അശോകൻ ചേർന്നെ ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി സജീവൻ ചേർന്നെ ക്ഷണിച്ചോളൂ. ഈ ധന്യമായ മുഹൂർത്തത്തിൽ 2 വാക്ക് പറഞ്ഞതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട്. ഇവിടെ കൂടി ഇരിക്കുന്ന എല്ലാവർക്കും പറമ്പിക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പേരിലും എൻ്റെ പേരിലും എന്താ പറയാ ആശംസ അർപ്പിക്കാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പറമ്പിക്കുളങ്ങര ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലെ എല്ലാ വർഷവും വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ, ശോഭയാത്ര ഉൾപ്പെടെയുള്ള വലിയ പരിപാടികളാണ് നടത്തി വരാറുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷമായി കേരളത്തെ മഹാപ്രളയവും കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് അഷ്ടമിരോഹിണിയും നമ്മൾ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇന്ന് ഈ സമയത്ത് കേരളത്തിലെ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തില് കൃഷ്ണന്മാരും രാധികമാരും 10,000-ൽ പരം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളില് പരിപാടികൾ നടത്തേണ്ടതാണ്. ഈ പറമ്പിക്കുളങ്ങര പ്രദേശങ്ങളിലും കൃഷ്ണന്മാരും രാധികമാരും അമ്മമാരും ഉൾപ്പെടെയുള്ള വലിയ ശോഭയാത്രകളാണ് നടക്കാറുള്ളത്. കോവിഡിന്റെ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ജന്മാഷ്ടമി പുരസ്കാരം നിരവധി വർഷങ്ങളായി പറമ്പിക്കുളങ്ങര ബാലഗോകുലം നൽകി വരുന്നുണ്ട്. ഇത്തവണ ജന്മാഷ്ടമി പുരസ്കാരം നൽകിയത് നമുക്കറിയാം, ആരോഗ്യ മേഖലയില് ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിക്കുന്നവരാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തവണ ജന്മാഷ്ടമി പുരസ്കാരം ഡോക്ടർ ജയാനന്ദന് കൊടുക്കുവാൻ ബാലഗോകുലം തയ്യാറായത്. അതുപോലെ തന്നെ നമ്മൾ ഈ പരിപാടിയില് ഗോപരിപാലകരെ ആദരിച്ചു. ഇന്ന് നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളിൽ നമ്മളുടെ എല്ലാ വീടുകളിലും
പശുക്കളുണ്ടായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്ത് വിരലിലെണ്ണാവുന്ന സ്ഥലങ്ങളിലോ പശുവിനെ വളർത്തുന്നുള്ളൂ. കേരളേശ്വരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് ഗോപരിപാലനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ചേച്ചിക്കും അതോടൊപ്പം തന്നെ OP മോഹൻ ചേട്ടനും നിരവധി പശുക്കളെയാണ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കൃഷിക്കാരനാണ്. ഒരുപാട് ഇത്തരം കൃഷി സംവിധാനങ്ങളിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് അവരുടേത്. അതുകൊണ്ടാണ് അവരെ ഈ പരിപാടിയിൽ ആദരിച്ചത്. അതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള ആളുകളെ ഇന്ന് ഈ പരിപാടിയിൽ ആദരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല കൃഷ്ണവേഷം കിട്ടിയ കുട്ടികളെ ആദരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പരിപാടികളാണ് ഇന്ന് ഈ പരിപാടികളോട് ബന്ധപ്പെട്ട് അഷ്ടമിനോട് ബന്ധപ്പെട്ട് നടത്തുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സമ്മാനദാനമാണ്. നമ്മുടെ പ്രദേശത്തിലെ നടനകലയിൽ കഴിവ് പ്രകടിപ്പിച്ച RLB ശ്രീമതി ശ്രീബിജ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കലാപരിപാടികളിൽ സമ്മാനദാനം നിർവഹിക്കാനായി എന്നെ വിളിച്ച എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാ കൊച്ചുകൂട്ടുകാർക്കും എൻ്റെ ആശംസ. പറമ്പിക്കുളങ്ങര